ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു ബർഗർ കഴിക്കാൻ കൊതിട്ടോ. നമുക്കിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ബർഗർ തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ ആണ് ബർഗർ ഉണ്ടാക്കുക. വീട്ടിലുണ്ടാക്കി നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബർഗർ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി ഇപ്പോഴും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കേണ്ടല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ കരുതി. അപ്പോൾ അങ്ങനെ ഇന്ന് ബർഗർ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് നോക്കാം ഫ്ലോപ്പ് ആവോ ഇല്ലേന്ന്. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ ഓവനൊന്നുമില്ല. ഞാൻ സാധാരണ പാൻ വെച്ചിട്ടാണ് കേട്ടോ ബർഗർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബർഗറിന് വേണ്ടി ഞാനിവിടെ തക്കാളി, അതേപോലെ തന്നെ നമ്മളെ കുക്കുംബർ, റെഡ് ക്യാപ്സിക്കം, ഈ 3 വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമുക്ക് ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് വെക്കാനുള്ള കട്ട്ലൈറ്റിൻ്റെ പോലുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിൽ 5 പീസസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ബർഗർ ഉണ്ടാക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഓയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾ. അത്യാവശ്യത്തിന് ഓയിലിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 2 ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടിയും ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബർഗർ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഡിപ്പ് ചെയ്ത് പൊരിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ബർഗർ ബണ്ണിൻ്റെ നടു 2ആയിട്ട് കട്ട് ചെയ്തിട്ട്, നടുവിൽ കട്ട് ചെയ്തിട്ട് 2 പീസസായിട്ട് നമ്മൾ മേൽഭാഗം അതുപോലെ താഴ്ഭാഗം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ.
കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മൾ സിമ്മിലാവണം കേട്ടോ ഫ്ലെയിം കിടക്കുന്നത്, അല്ലെങ്കിൽ ഹെവിയിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് മേലുള്ള ബർഗറിൻ്റെ ബണ്ണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫീലിങ്സൊക്കെ ഒന്ന് നമുക്ക് എന്താ പറയുക ഒരുമിച്ചായി കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ബർഗർ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ചെറുതായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാത്ത ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൽ മയോണൈസ് ഡിപ്പൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മയോണൈസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ മടി കാരണം ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ്